UDID കാർഡ് അഥവാ യുണീക്ക് ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് നിങ്ങളുടെ അവകാശങ്ങളിലേക്കുള്ള താക്കോൽ. ഭിന്നശേഷിക്കാർക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികൾ മുതൽ ട്രെയിൻ ബസ് യാത്ര ഇളവുകൾ വരെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാൻ ആവശ്യമായ ഒരു അടിസ്ഥാന രേഖയുണ്ട്, UDID കാർഡ്. ജന്മന ഡിസബിലിറ്റി ഉള്ളവർക്കും അപകടം മൂലം ഡിസബിലിറ്റി ആയവർക്കും ഈ കാർഡ് എങ്ങനെ നേടിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഗൂഗിളിൽ UDID കാർഡ് എന്നോ സ്വാവലംബൻ എന്നോ അറിയപ്പെടുന്ന പോർട്ടലിൽ ആവശ്യമായ വിവരങ്ങൾ നൽകി നമുക്കിതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പോർട്ടലിൽ കാണുന്ന അപ്ലൈ ഫോർ UDID കാർഡ് എന്ന ഓപ്ഷനിൽ താഴെ പറയുന്ന സ്റ്റെപ്സ് എല്ലാം വായിച്ചതിന് ശേഷം ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ പ്രോസസ്സ് എന്നതിൽ ടിക്ക് ചെയ്തു സബ്മിറ്റ് നൽകാവുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 5 ഓപ്ഷനായിട്ടാണ്. ആദ്യത്തെ ഓപ്ഷനിൽ നിലവിൽ സർട്ടിഫിക്കറ്റും UDID കാർഡും ഇല്ലാത്ത ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള പ്ലാറ്റ്ഫോം. രണ്ടാമതായിട്ട് വരുന്നത് നിലവിൽ മാനുവലി സർട്ടിഫിക്കറ്റ് എടുത്ത ആളുകൾക്ക് അപേക്ഷിക്കാൻ, അത് ഡിജിറ്റലൈസ് ഫോർമാറ്റിലാണ് പിന്നെ UDID കാർഡ് ലഭ്യമാവുക. UDID കാർഡിന് അപേക്ഷ നൽകിയതിന് ശേഷം റിജക്ഷൻ വന്നതോ പുതിയ ഡിസബിലിറ്റീസ് വല്ലതും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഓപ്ഷൻ വരുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ട് അപേക്ഷ പെൻഡിങ് ആയി കിടക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപേക്ഷകൻ്റെ പൂർണ്ണമായ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഉണ്ടെങ്കിൽ അത്, ജനന തീയതി, ജെൻഡർ ഏതാ എന്നുള്ളത്, അതുപോലെ തന്നെ അപേക്ഷകനുമായിട്ടുള്ള റിലേറ്റീവ് ആരെങ്കിലും അഥവാ ഫാദർ ഓർ മദർ, അതല്ലെങ്കിൽ ഗാർഡിയൻ രക്ഷകർത്താവ് ആരാന്ന് വെച്ചാൽ അവരുടെ പേരാണ് എഴുതേണ്ടത്. ശേഷം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അപേക്ഷകൻ്റെ ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പേഴ്സണൽ ഡീറ്റെയിൽസിന് ശേഷം പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡ്, നമ്മൾ ഏത് ID കാർഡാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിലാണ് കൊടുക്കേണ്ടത്. നിർബന്ധമായും ആധാർ ഉള്ളവർക്കാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്, അഥവാ നമുക്ക് തപാലിലൊക്കെ ഈ രേഖകൾ തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ശരിയായ അഡ്രസ്സ് കൊടുക്കേണ്ടത്. അതിൽ നേച്ചർ ഓഫ് ഡോക്യുമെൻ്റ് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ആധാർ തന്നെയാണ് ഒറിജിനൽ അഡ്രസ്സെങ്കിൽ അത് വെച്ചിട്ട് അത് തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ വീടിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ് ആണ് എഴുതേണ്ടത്. സംസ്ഥാനം ചോദിക്കുന്നുണ്ട്, ജില്ല ചോദിക്കുന്നുണ്ട്, താലൂക്ക് ചോദിക്കുന്നു, അതുപോലെ വില്ലേജ് ആൻഡ് പിൻകോഡാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കൃത്യമായ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കൂ. അടുത്തതായി ഭിന്നശേഷി വിവരങ്ങളാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, അഥവാ ഡിസബിലിറ്റി ഡീറ്റെയിൽസ്. അതിൽ 21 തരം ഡിസബിലിറ്റീസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലേതാണോ നമ്മുടെ ഭിന്നശേഷി വരുന്നത് ആ ഭിന്നശേഷിയുടെ പേര് ക്ലിക്ക് ചെയ്യുക. അത് ഏത് കാരണം കൊണ്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്നും അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ബൈ ബർത്ത് ആണെങ്കിൽ അങ്ങനെ, ആക്സിഡൻ്റ് ആണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ അസസ്മെൻറ്റിന് പോകുന്ന ഹോസ്പിറ്റൽ അഥവാ നമ്മുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ UDID കാർഡോ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഹോസ്പിറ്റലിൻ്റെ വിവരങ്ങളാണ് എഴുതി ചേർക്കേണ്ടത്. നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള താലൂക്ക്, ജില്ല അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ ബോർഡ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അതാത് ഹോസ്പിറ്റലുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. മുകളിൽ തന്നിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും പൂരിപ്പിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ക്യാപ്ച എത്രയാണോ തന്നിട്ടുള്ളത് അതിൻ്റെ വാല്യൂ ആഡ് ചെയ്ത് താഴെ കാണിച്ചിരിക്കുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്.